സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം. വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിട്ടതിനെ തുടർന്നാണ് നിയന്ത്രണം. ജൂൺ 30 വരെ വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയിൽ ആണ് നിയന്ത്രണം. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സനിസ, ഇതിപ്പോൾ വൈദ്യുതി നിയന്ത്രണം മഴ ആവശ്യത്തിന് ലഭിച്ചില്ലെന്ന് പറയുന്നു. വൈദ്യുതി നിയന്ത്രണം വരികയാണ്. വൈദ്യുതി നിയന്ത്രണം എന്നതിനപ്പുറത്തേക്ക് ഈ ഹണിമൂൺ പീരീഡിൽ തന്നെ വൈദ്യുതി പവർ കട്ട് ഉണ്ടാവുകയാണ് കേരളത്തിൽ. വീണ്ടും ഒരു വൈദ്യുതി നിയന്ത്രണം വരികയാണ് കേരളത്തിൽ. ഈ നിയന്ത്രണം എന്ന് വെച്ചാൽ എൽ നിനോ പ്രതിഭാസത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്തെ മഴയെ മൊത്തത്തിൽ അത് ബാധിച്ചിട്ടുണ്ട്. വേണ്ട അളവിൽ മഴ ലഭിച്ചില്ല എന്ന് KSEB തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് രേഖപ്പെടുത്തിയ ഒരു സാഹചര്യമാണ്. കൂടാതെ തന്നെ ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. ഈ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി ഒരു നിയന്ത്രണം ഏർപ്പെടുത്താതെ സംസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം കാലവർഷം ആരംഭിച്ചിട്ടും ജൂൺ മാസം വേണ്ട രീതിയിലുള്ള മഴ ലഭിച്ചില്ല. അന്തരീക്ഷത്തിലെ ചൂട് അതേപടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വേണ്ട രീതിയിൽ മഴ ലഭിക്കാത്തത് കൊണ്ട് തന്നെ വൈദ്യുതി ഉൽപാദനത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി തന്നെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിയന്ത്രണം ജൂൺ 30 വരെ വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടി സർക്കാർ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ എൽ നിനോ പ്രതിഭാസം ശക്തിയാർജിച്ചു തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇടയ്ക്ക് എന്തെങ്കിലും അന്തരീക്ഷത്തിലുള്ള പ്രതിഭാസത്തിൽ മാറ്റം വരുമ്പോൾ മാത്രമാണ് മഴ ലഭിക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ കാലവർഷം ദുർബലമായ ഒരു അവസ്ഥയിൽ തന്നെയാണെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒക്കെ പറയുന്നത്. അതിന്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു വൈദ്യുത പ്രതിസന്ധി വന്നിരിക്കുന്നത്. പക്ഷേ മുൻപേ തന്നെ എൽ നിനോ പ്രതിഭാസം വൈദ്യുതി മേഖലയും അതിന്റെ പ്രതിസന്ധിയിലേക്കും നയിക്കുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പല യോഗങ്ങളും അടക്കം നടന്നിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്ന് അറിഞ്ഞിട്ട് ഒരു മുൻപേ തന്നെ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടില്ല എന്നത് മാത്രമാണ് ഇപ്പോൾ ഒരു ചോദ്യം സർക്കാരിന് മുന്നിലേക്കുള്ളത്. വീണ്ടും വൈദ്യുതി നിയന്ത്രണം വരികയാണ്. ഈ കാലവർഷത്തിന്റെ അവസാനം മാത്രമാണ് കുറഞ്ഞ അളവിലെങ്കിലും കുറച്ചെങ്കിലും മഴ ലഭിക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ വരും മാസങ്ങളിൽ എങ്ങനെയായിരിക്കും സംസ്ഥാനത്ത് നിയന്ത്രണം തുടരുമോ എന്നതും മറ്റൊരു ചോദ്യമാണ്. അതും വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ അടുത്ത വേനൽക്കാലത്ത് എന്തായിരിക്കും അവസ്ഥ? കാരണം കാലവർഷത്തിൽ വേണ്ട അളവിൽ മഴ ലഭിക്കില്ല എന്ന കാര്യം ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ്. ജൂൺ മാസത്തിൽ പോലും വേണ്ട അളവിൽ മഴ ലഭിച്ചിട്ടില്ല. കാലവർഷത്തിന്റെ അവസാനം മാത്രമാണ് മഴ ലഭിക്കാൻ നല്ല രീതിയിൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയെ നേരിടുക എന്നതിൽ സർക്കാരിന് വ്യക്തമായ ഒരു ധാരണ ഈ ഘട്ടത്തിലെങ്കിലും വേണം. അല്ലെങ്കിൽ വരുന്ന വേനൽക്കാലം അത് വലിയ പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനത്തിനെ കൊണ്ടുപോകുക. ഇത് കേരളത്തിലെ മാത്രം കാര്യമല്ല, എൽ നിനോ പ്രതിഭാസം ഇന്ത്യയെ ആകെ ബാധിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതും എത്രത്തോളം ഫലപ്രദമായിരിക്കും എന്നും പറയാൻ കഴിയില്ല. ലിനിഷ.